പക്ഷെ അപ്പോ നീ സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നീയും ഞാനും അവിടെ ഒരുമിച്ച് താമസിച്ചാൽ ആരൊക്കെ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കുന്ന. നമ്മുടെ കാര്യം പോട്ടെ, ജോബിനും അയാളുടെ അമ്മയ്ക്കും എന്തൊക്കെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി അതും പോട്ടെ, നമ്മൾ തമ്മിൽ പോലും നല്ല രീതിയിൽ അവിടെ സ്നേഹത്തോടെ കഴിയാൻ പറ്റുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എല്ലാ വശങ്ങളും ആലോചിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ഒരു ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ. നീ എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞു. മതി, ഞാൻ കൺവിൻസ്ഡ് ആണ്. സാരമില്ല, നീ പറഞ്ഞപ്പോഴാ അതിന്റെ ഒരു ഗ്രാവിറ്റി എനിക്ക് മനസ്സിലായത്. നീ ഇതിന്റെ പേരിൽ ഡോക്ടറോട് ബ്രേക്കപ്പ് ആവാനൊന്നും നിൽക്കണ്ട. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് തരാം. നീ പേടിക്കണ്ട. പോട്ടെ. അപ്പോ ഞാൻ നീ പേടിക്കണ്ട മാളു. ഞാനിതൊന്നും ഡോക്ടറോട് പറയാൻ പോകുന്നില്ല. ശരി. എന്താ മമ്മി, എന്തിനാ വിളിച്ചേ? അപ്പൂന് നമ്മളോട് സീരിയസ് ആയി എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അത്രേ ഉള്ളോ? അതിനാണോ ഇത്രയും വലിയ ഇൻട്രോ ഒക്കെ തന്നത്? മമ്മി പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ ഞാൻ കരുതി വേറെന്തോ സീരിയസ് മാറ്റർ ആണെന്ന്. അതെന്താ ഡോക്ടർ, എനിക്ക് പറയാനുള്ളത് സീരിയസ് മാറ്റർ ആയിട്ട് തോന്നില്ലെന്നാണോ? അങ്ങനെയല്ലടോ, താൻ ഇവിടുത്തെ ഒരു മെമ്പർ അല്ലേ. തനിക്ക് പറയാനുള്ള കാര്യം എപ്പോ വേണമെങ്കിലും പറയാലോ. അതിന് ഇത്രയും ബിൽഡപ്പ് വേണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഡോക്ടർ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. എന്ത് തിരുത്ത്? ഞാൻ ഇവിടുത്തെ ഒരു മെമ്പർ ആയിരുന്നു എന്ന് വേണം പറയാൻ. മനസ്സിലായില്ല. എന്നുവെച്ചാ ഇപ്പൊ നീ അങ്ങനെ അല്ലാന്നാണോ? മമ്മി ചോദിച്ചു കേട്ടില്ലേ? എന്താ തനിക്ക് പറയാനുള്ളതെന്ന്? ഞാൻ ഇവിടുന്ന് മാറാൻ തീരുമാനിച്ചു. എങ്ങോട്ട് മാറാൻ തീരുമാനിച്ചു? അത് തൽക്കാലം ഏതെങ്കിലും ഹോസ്റ്റലിലോട്ട് മാറാന്നാ വിചാരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. ഏത് ഹോസ്റ്റലിലേക്കാ അപ്പൊ മാറാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, പരിചയക്കാരെ ആരെങ്കിലും വിളിച്ച് ഒന്ന് റെക്കമെൻഡ് ചെയ്യിക്കാലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ പെട്ടെന്ന് നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഇവിടെ വന്നിട്ടിപ്പോ കുറച്ച് ദിവസങ്ങളായില്ല ആന്റി. നിനക്ക് ഞങ്ങളെ മടുത്തോ അതോ ഞങ്ങൾക്ക് നിന്നെ മടുത്തിട്ടുണ്ടാവുമെന്ന് തോന്നിയിട്ടോ? ആദ്യം അത് പറ. അയ്യോ, അങ്ങനെയൊന്നുമില്ല ആന്റി. ഞാനിവിടെ ഇനിയും തുടർന്നാ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും എന്ന് നിന്നോട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞോ? അതോ ഞങ്ങൾക്കങ്ങനെ തോന്നുന്നു എന്ന് മറ്റാരെങ്കിലും നിന്നോട് പറഞ്ഞോ? പറയപ്പൂ, എന്തിനൊരു കാരണം വേണമല്ലോ. കാരണം ഞാൻ പറയാം മമ്മി. മാളു അപ്പൂനോട് ഇവിടുന്ന് മാറിയാലേ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കൂന്ന് പറഞ്ഞു. അതല്ലേ തന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? അല്ലെന്ന് പറയാമോ അപ്പൂന്? ഡോക്ടറോട് ഇതാര് പറഞ്ഞു? മാളുവിനെ കണ്ടായിരുന്നോ? അതല്ലല്ലോ ഞാൻ ചോദിച്ച ചോദ്യം. എന്താ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? മാളു അങ്ങനെ പറഞ്ഞതിൽ അവളെ തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ കാരണം അല്ലാതെ തന്നെ മാളു ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി അവളെ സങ്കടപ്പെടുത്താൻ എനിക്കും താല്പര്യമില്ല. മാളുവിനെ സങ്കടപ്പെടുത്തുന്ന ഒരു തീരുമാനവും ഞങ്ങളുടെയോ നിന്റെയോ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാവുകയില്ല. പക്ഷെ അതിനുവേണ്ടി നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് പറയുന്നത് എന്തിനാ? അതിനുവേണ്ടി എന്ത് തെറ്റാ നീ അവരോടൊക്കെ ചെയ്തത്? തെറ്റും ശരിയൊന്നും അല്ല എന്റെ ഇവിടുത്തെ പ്രോബ്ലം, എന്റെ പ്രസൻസാ. ഞാനുള്ളിടത്തേക്ക് മാളുവിനെ അയക്കാൻ അവളുടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഭയോ. അതുകൊണ്ടാവും അവര്
അങ്ങനെ ഒരു നിബന്ധന വെച്ച് ഡോക്ടറെയും ആന്റിയൊക്കെ പ്രഷർ ചെയ്യുന്നത്. അതിൽ മാളുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആരും ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അപ്പോ ഇതൊരു മനസ്സിലാക്കലിന്റെ പ്രശ്നമാണ്. റൈറ്റ് ടു ലീവ്, അത് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന സ്വാതന്ത്ര്യമാണ്. ആര് എവിടെ ആരുടെ കൂടെ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. അത് മറ്റുള്ളവരല്ല നിശ്ചയിക്കേണ്ടത്. ആ സ്വാതന്ത്ര്യം അപ്പൂനും ഉണ്ട്, മാളൂനും ഉണ്ട്, എനിക്കും ഉണ്ട്. ഈ വീടും ഇവിടത്തെ ആൾക്കാരും കംഫർട്ടബിൾ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൂനെവിടെ ജീവിക്കാൻ മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഡോക്ടർ, ഞാൻ വേണ്ട. മാളൂവിന് വേണ്ടിയാണ് താൻ ഇവിടുന്ന് പോകുന്നെങ്കിൽ പൊയ്ക്കോളൂ. പക്ഷേ അതുകൊണ്ട് അപ്പു ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഉണ്ടാകില്ലെന്ന് മാത്രം. അങ്ങനെ നിന്നെ പടിയിറക്കിയിട്ട് ഒരു കോംപ്രമൈസും എനിക്കോ മമ്മിക്കോ ആവശ്യമില്ല. നീ ഒരു ഹോസ്റ്റലിലേക്ക് മാറുന്നില്ല. ഇനി ഇവിടുന്ന് എവിടേക്കെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിലേക്കായിരിക്കും. അത് ഞങ്ങളുടെ തീരുമാനമാ, കേട്ടല്ലോ. ആ വരൂ ടീച്ചറെ, ഇരിക്കൂ. ടീച്ചർ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇങ്ങോട്ട് വരണോന്ന് കരുതിയതല്ല, പള്ളിയിൽ നിന്ന് മടങ്ങും വഴി പെട്ടെന്നങ്ങ് തീരുമാനിച്ചതാ. മുരളി ഓഫീസിൽ പോയോ? കുറച്ചു നേരമായി. ഇന്ദിരാമ്മയില്ലേ? അമ്മ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയിരിക്കുക. മിക്കവാറും ഇന്ന് തന്നെ വരുമായിരിക്കും. മാളു കോളേജിലാവൂല്ലേ? ഇല്ല, അവളിന്ന് പോയില്ല. എന്തുപറ്റി? 2 ദിവസമായി അവക്ക് നല്ല സുഖമില്ല. മുരളി ചില നിബന്ധനകൾ വെച്ച കാര്യം ജോ എന്നോട് പറഞ്ഞായിരുന്നു. അതിന്റെ പേരിൽ കുട്ടികൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് പിണങ്ങി. ടീച്ചറിനറിയാലോ, ഈ പ്രപ്പോസലുമായി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോ ബന്ധുക്കളുടെ ഇടയിൽ എന്തായിരുന്നു പുകില്. തടസ്സപ്പെടുത്താൻ ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷേ അവരോടെല്ലാം ഞങ്ങൾ ഒറ്റ വാക്കേ പറഞ്ഞിടൂ, പയ്യനെ ഞങ്ങൾക്ക് നന്നായി ബോധിച്ചു എന്ന്. അതൊക്കെ നമ്മൾ രണ്ടു കൂട്ടർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഈ ബന്ധത്തിന് അതൊന്നും അല്ലല്ലോ ഇപ്പൊ തടസ്സമായി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയൊക്കെ റിസ്ക് എടുത്ത് ഞങ്ങൾ ഈ ബന്ധത്തിന് തയ്യാറാകുമ്പോൾ അതും ആളുവിന് പിന്നീട് ഒരു രീതിയിലും നെഗറ്റീവായിട്ട് മാറരുതല്ലോ. അത്രേ മുരളിയേട്ടനും അമ്മയൊക്കെ പറയുന്നുള്ളൂ. ആലോചിച്ചു നോക്കിയാൽ ടീച്ചറിനും അതിലൊരു ന്യായം ഉണ്ടെന്ന് മനസ്സിലാവും. അത് മനസ്സിലായതുകൊണ്ടാണല്ലോ ഈ കാര്യം നേരിട്ട് സംസാരിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ രണ്ടു കൂട്ടരും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്നത് സങ്കടമുള്ള കാര്യം തന്നെയാ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്റെയും ജോബിന്റെയും ഭാഗത്തു നിന്ന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാ. അങ്ങനെ ഒരുപാട് ഡിമാൻഡ്സ് ഒന്നും മുരളിയേട്ടൻ ജോബിനോട് പറഞ്ഞിട്ടില്ല. ആകെയുള്ളത് അപ്പുവിന്റെ ഈ വിഷയം. അപ്പുവിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രിക്റ്റ് ആയ ഒരു നിലപാടെടുത്തതെന്ന് കാരണവും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ മുന്നോട്ടെന്തെങ്കിലും നീക്കുപോക്കുണ്ടാക്കാൻ സാധിക്കൂ. അപ്പുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള ആശങ്ക എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല അശ്വതി. പക്ഷെ ഈ ഒരു കാരണം പറഞ്ഞ് പെട്ടെന്ന് അവളെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിൽ ഒരു നീതികേടുണ്ടെന്ന് എനിക്ക് തോന്നി. അശ്വതിക്കറിയാലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാ ഞങ്ങൾക്ക് അവളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നത്. അന്നതിൽ ഞാനും ജോബും ഒരു മനസ്സ് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളിന്ന് ജീവനോടെ ഇരിക്കില്ലായിരുന്നു. നിങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെയാ. 1-2 ദിവസം അപ്പുവിന് അവിടെ അഭയം കൊടുക്കുന്നതിൽ ആർക്കും ഒരു വിരോധമില്ല. പക്ഷേ ഇതിപ്പോ എത്ര നാളെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അനിശ്ചിതാവസ്ഥയിൽ പോകുന്നതാണ് പ്രശ്നം.
അപ്പുവിന്റെ കാര്യത്തിൽ ടീച്ചർ കാണിക്കുന്നതിന്റെ ഒരു പകുതി ഉത്തരവാദിത്വമെങ്കിലും അവളുടെ അച്ഛനമ്മമാർക്ക് കാണിക്കായിരുന്നില്ലേ? എന്നും അവള് മറ്റൊരാളുടെ സംരക്ഷണയിൽ കഴിഞ്ഞോളൂ എന്ന് വിചാരിക്കുന്നത് മര്യാദയുള്ള കാര്യമല്ലല്ലോ. വിജയുടെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഗീതയ്ക്ക് അപ്പുവിനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകണമെന്ന് തന്നെയാ. പക്ഷേ അത് വീട്ടിലേക്കായാൽ വിജയ് അപ്പുവിനെ ഇനിയും അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് നല്ല പേടിയുണ്ട് ആ പാവത്തിന്. അങ്ങനെ പേടിച്ച് എത്ര നാള് ജീവിക്കാൻ പറ്റും ടീച്ചർ? അതിനെ വേണ്ട വിധത്തിൽ ഗീതേച്ചി വിചാരിച്ചാൽ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പുവിനെ വേദനിപ്പിക്കാതെ ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിനു വേണ്ടിയാണ് അശ്വതി ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് കുറച്ച് സമയം കൂടി നിങ്ങൾ തരണം. അതിനുള്ളിൽ വേണ്ട വിധത്തിൽ ഞാനിത് കൈകാര്യം ചെയ്തോളാം. മുരളിയേട്ടൻ വരുമ്പോ ടീച്ചർ പറഞ്ഞ കാര്യം ഞാൻ പറയാം. മാളൂനിപ്പോ എങ്ങനെയുണ്ട്? അവൾ ആകെ തകർന്നിരിക്കുവോ ടീച്ചർ? ആദ്യം ഇതുപോലൊരു പ്രപ്പോസൽ വന്നിട്ട് നിശ്ചയത്തിന്റെ വക്കോളം എത്തി അലസിപ്പോയതാ. അതിലവൾക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷെ അതുപോലെയല്ല ഇത്. ജോബിനെ അവൾക്ക് അത്രയ്ക്കിഷ്ടമാണ്. ആരുടെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതും മുടങ്ങിപ്പോയാ എന്റെ കുഞ്ഞിനത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇല്ല ശ്രുതി, ഇതങ്ങനെ മുടങ്ങില്ല. ഞാനല്ലേ ഉറപ്പ് പറയുന്നത്. ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആന്റി, വേണ്ട വേണ്ട, ഇരുന്നോ. മോൾക്ക് നല്ല സുഖമില്ലെന്ന് അമ്മ പറഞ്ഞു. എന്താ പറ്റിയത്? കുഴപ്പമൊന്നുമില്ല ആന്റി, ഒരു തലവേദന, അത്രേ ഉള്ളൂ. ഈ തലവേദനയ്ക്ക് ഞാനും എന്റെ മോനുമാണ് കാരണമെന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ നിനക്ക് ആന്റിയോട് ദേഷ്യമുണ്ടോ മോളെ? അയ്യോ, അങ്ങനൊന്നും ഇല്ല ആന്റി. അഥവാ തോന്നിയാലും ഞാൻ നിന്നെ കുറ്റം പറയില്ല കേട്ടോ. നീ തുറന്നു പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെന്ന് എനിക്കറിയാം മോളെ. പക്ഷേ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അത് മറ്റൊരു വലിയ തെറ്റിലേക്കാ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അതിന്റെ ആഴവും വ്യാപ്തിയും എത്രയാണെന്ന് എനിക്കോ ജോബിനോ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനാവുന്നില്ല. അതാ എന്റെ സങ്കടവും. സാരമില്ല ആന്റി, വിഷമിക്കണ്ട. ആന്റിയുടെയും ഡോക്ടറിന്റെ സങ്കടം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യമൊക്കെ നിങ്ങളോടൊരു ചെറിയ ദേഷ്യം തോന്നി എന്നുള്ളത് സത്യമാ. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ ആന്റി. ഞാനും ഇവിടെ ഉള്ളവരും ഞങ്ങളുടെ ഭാഗം മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷെ ആന്റിയുടെ തീരുമാനമാണ് ശരിയെന്ന് പിന്നീട് മനസ്സിരുത്തി ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനത് അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അപ്പൊ എത്ര കാലം വേണമെങ്കിലും അവിടെ നിന്നോട്ടെ ആന്റി. എനിക്കതിൽ സങ്കടമോ പരാതിയോ ഒന്നുമില്ല. ആ കാര്യോർത്ത് ഇനി ആന്റിയും ഡോക്ടറും വിഷമിക്കുകയും വേണ്ട. എന്ത് നല്ല കുട്ടിയാ നീ. നിന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാ ഞാൻ. സംഭവിച്ചത് നേരെ തിരിച്ചു. ജോ പറഞ്ഞത് നേരാ. ആർക്കും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല, നഷ്ടപ്പെടാനും. നോക്കണ്ട, നിന്നെക്കുറിച്ച് ജോ പറഞ്ഞത് തന്നെയാ ഇത്. രണ്ടുപേരും തമ്മിൽ പിണക്കത്തിലാണെന്നൊക്കെ എനിക്കറിയാം. എന്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ. അവനൊരു സാധുവാ. പുറമേ കാണിക്കുന്ന ഈ വാശിക്കും ദേഷ്യത്തിനും അപ്പുറം അവന്റെ മനസ്സിൽ ഒന്നുമില്ല. കുഞ്ഞുനാള് മുതല് അമ്മ മാത്രമുള്ള ഒരു കുട്ടിയുടെ ലോകത്ത് വളർന്ന് ശീലിച്ചതുകൊണ്ടാവാം താൻ വാശി പിടിക്കുന്നതൊക്കെ നടന്നു കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. അമ്മമാർക്ക് മക്കളോട് തോറ്റു കൊടുക്കാം, പക്ഷേ അതുപോലെയല്ലല്ലോ മറ്റുള്ളവര്. എനിക്ക് ഡോക്ടറോട് പിണക്കൊന്നുമില്ല ആന്റി. അത് വെറുതെ. എന്നിട്ടെന്താ അവൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ.
എന്താ അവൻ വിളിച്ചിട്ട് മാളു ഫോൺ എടുക്കാത്തേന്ന്. അത് പിന്നെ എന്നോട് സംസാരിച്ച മൂഡ് ഓഫ് ആവുന്ന അന്ന് മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും ഡോക്ടർ പറഞ്ഞു. അതിനർത്ഥം എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നല്ലേ? എങ്കിൽ പിന്നെ ഞാനായിട്ടിനി ഡോക്ടറെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. നിന്നോട് സംസാരിച്ച മൂഡ് ഓഫ് ആവുമെന്ന് പറഞ്ഞു അവൻ. എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ. എങ്കിൽ പിന്നെ നിന്നോട് മിണ്ടാതിരുന്ന ഈ ദിവസങ്ങളിൽ അവൻ ഹാപ്പി മൂഡിൽ നടക്കേണ്ടതല്ലേ? എന്നിട്ട് ഞാൻ അങ്ങനെയല്ലല്ലോ കണ്ടത്. എന്നോടും അപ്പുവിനോടും ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടുക, ലീവ് എടുത്ത് മുറിയിൽ വെറുതെ അടച്ചുമൂടിയിരിക്കുക, നേരെ വണ്ണം ഒന്നും കഴിക്കാതിരിക്കുക, ഇതൊക്കെയാണോ നല്ല മൂഡിലുള്ളവർ ചെയ്യുന്നത്? പിന്നെ ഞാനിവിടെ വന്നത് അവൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും അവന്റെ സങ്കടം കാണേണ്ടത് ഞാൻ തന്നെയല്ലേ? അതുകൊണ്ട് നിന്നെ കണ്ട് നേരിട്ടൊരു സോറി പറയാന്ന് കരുതി വന്നതാ. സോറി പറയാനോ? ആന്റി എന്തിനാ എന്നോട് സോറി പറയുന്നത്? അപ്പുവിനെ അവിടെ താമസിപ്പിക്കാനുള്ള തീരുമാനം എന്റേതായിരുന്നു. അതാണല്ലോ ഇപ്പൊ നിങ്ങൾക്കിടയിലുള്ള പ്രധാന പ്രശ്നം. ജോൺ നിന്നോട് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അവനു മുമ്പ് ഞാനൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. പക്ഷേ അവളെ ഞങ്ങൾക്ക് തമ്പുരാൻ തന്നില്ല. ജനിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കർത്താവ് അവളെ മടക്കി വിളിച്ചു. അത് കഴിഞ്ഞ് 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാണ് എനിക്കവനെ. അപ്പു വീട്ടിലേക്ക് വന്നതിന്റെ 2ാമത്തെ ദിവസം തിരുരൂപത്തിന്റെ മുമ്പിൽ അവൾ എന്നോടൊപ്പം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അത് കണ്ടോണ്ട് വന്ന ജോ പറഞ്ഞതെന്താണെന്നറിയോ? മമ്മിക്ക് നഷ്ടപ്പെട്ട മോളെയും എനിക്ക് നഷ്ടപ്പെട്ട കൂടപ്പിറപ്പിനെയും അപ്പുവിലൂടെ കർത്താവ് തിരിച്ചു തന്നൂന്ന്. അപ്പോഴത് ശരിയാണെന്ന് ഞാനും ചിന്തിച്ചത്. അതൊന്നും അപ്പുവിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള കാരണമോ ന്യായീകരണമോ അല്ലെന്ന് ഞങ്ങൾക്കറിയാം. താല്പര്യമില്ലാത്ത ഒറ്റ നോട്ടം കൊണ്ട് വേണമെങ്കിൽ അപ്പുവിനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കിയാൽ പിന്നീട് അവളെ ഒന്ന് കാണണമെന്നോ അവളോട് നമ്മൾ ചെയ്ത തെറ്റിന് ക്ഷമ പറയണമെന്നോ തോന്നിയാൽ ആ അവസരം നമ്മൾക്ക് നഷ്ടമായെന്ന് വരും. മാളു, അപ്പുവിനെ നീ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. നീ പറ, എന്ത് കുറ്റത്തിന്റെ പേരിലാ അവളെ ഞങ്ങൾ അവിടുന്ന് ഒഴിവാക്കേണ്ടത്? അവൾ അങ്ങനെ ആയിപ്പോയത് അവളുടെ കുറ്റം കൊണ്ടാണോ? മോളോ, കരയരുത്. സാരമില്ല, പോട്ടെ. മോളെ, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ആരാ മനസ്സിലായില്ലല്ലോ? എൻ്റെ പേര് ശ്രീലത എന്നാ മാഡം. ഏജൻസിന്ന് പറഞ്ഞു വിട്ടിട്ട് വന്നതാ. ഏജൻസിന്നോ? അതെ, സത്യ ഏജൻസിന്ന്. വീട്ടുജോലിക്ക് ആളിനെ വേണമെന്ന് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ലല്ലോ, ഇവിടുന്ന് അങ്ങനെ ഒരു ആവശ്യത്തിന് ഏജൻസിയിൽ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വീട് മാറിപ്പോയതാവും. ഇവിടുത്തെ സാറിന്റെ പേര് വിജയ് പണിക്കർ എന്നല്ലേ? അതെ. ആ, അപ്പൊ എനിക്ക് വീട് തെറ്റിയിട്ടൊന്നുമില്ല മാഡം. ഇവിടുത്തെ സാറ് ഹോം സർവീസിന് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഏജൻസിയിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സാർ അത് മാഡത്തോട് പറഞ്ഞിട്ടില്ലായിരുന്നു? ആരാ? VP മെയ്ഡിനെ ആവശ്യപ്പെട്ട് വല്ല ഏജൻസിയും കോണ്ടാക്ട് ചെയ്തിരുന്നോ? ആ, എത്തിയോ? ഞാനത് പറയാൻ മറന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ നിങ്ങളുടെ പേര്? ശ്രീലത. ജോലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏജൻസിന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞു കാണുമല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ട് സർ.
ഹൗസ് ക്ലീനിങ്ങും പിന്നൊരാൾക്ക് 3 നേരം ഭക്ഷണം വെച്ചുണ്ടാക്കുന്ന ജോലിയാണെന്നാ പറഞ്ഞത്.